എല്ലാവർക്കും നമസ്കാരം. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഫെബ്രുവരി 28-ാം തീയതിയിലെ ഇമ്പോർട്ടന്റ് കറണ്ട് അഫയേഴ്സ് ആണ്. നമുക്ക് ചോദ്യങ്ങളിലേക്ക് കടക്കാം. നമ്മുടെ ഒന്നാമത്തെ ചോദ്യം, ദേശീയ ശാസ്ത്ര ദിനം എന്നാണ്? ചോദ്യം എന്താണ്? ദേശീയ ശാസ്ത്ര ദിനം എന്നാണ് ഫെബ്രുവരി 28-നാണ് ദേശീയ ശാസ്ത്ര ദിനം. ഇനി നമ്മൾ എന്തുകൊണ്ടാണ് ഫെബ്രുവരി 28 ദേശീയ ശാസ്ത്ര ദിനമായിട്ട് ആചരിക്കുന്നത്? അതിന്റെ കാരണം ഇത്രയേ ഉള്ളൂ. 1928 ഫെബ്രുവരി 28-നാണ് CV രാമൻ ഇഫക്റ്റ് കണ്ടുപിടിക്കുന്നത്. അപ്പം അത് കണ്ടുപിടിച്ചതിനുള്ള സ്മരണാർത്ഥമായിട്ടാണ് എല്ലാ വർഷവും ഫെബ്രുവരി 28-ന് നമ്മൾ ശാസ്ത്ര ദിനമായി ആചരിക്കുന്നത്. ക്ലിയർ ആയല്ലോ? അപ്പൊ നമ്മൾ ഇതല്ലാതെ കുറെ ദിവസങ്ങൾ ഫെബ്രുവരി പഠിച്ചിട്ടുണ്ടായിരുന്നു, ഇമ്പോർട്ടന്റ് ദിവസങ്ങൾ. അത് ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഒന്നാമത്തത് ഫെബ്രുവരി 21 അന്താരാഷ്ട്ര മാതൃഭാഷാ ദിനമായിരുന്നു. ഫെബ്രുവരി 21 എന്തായിരുന്നു? അന്താരാഷ്ട്ര മാതൃഭാഷാ ദിനം, ഓർത്തിരിക്കുക. ഫെബ്രുവരി 20 ലോക സാമൂഹിക നീതി ദിനം. എന്താണ്? ലോക സാമൂഹിക നീതി ദിനമാണെന്ന് ഫെബ്രുവരി 20. ഫെബ്രുവരി 13 രണ്ട് പ്രത്യേകതകളുണ്ട്. എന്തൊക്കെയായിരുന്നു? ലോക റേഡിയോ ദിനവും ദേശീയ വനിതാ ദിനമാണെന്ന് ഫെബ്രുവരി 13. പിന്നെ വരുന്ന ദിവസമാണ് ഫെബ്രുവരി 12. എന്താണ്? രാജ്യാന്തര അപസ്മാര ദിനമാണ് എന്ന് ഫെബ്രുവരി 12. ഇനി ഫെബ്രുവരി 10 ലോക പയർവർഗ ദിനമാണ് ഫെബ്രുവരി 10. ഫെബ്രുവരി 8 ദേശീയ വിരമുക്ത ദിനമാണ്. ഫെബ്രുവരി 8 എന്താണ്? ദേശീയ വിരമുക്ത ദിനം. ഫെബ്രുവരി 7 ആവർത്തന പട്ടിക ദിനമാണ്. ഫെബ്രുവരി 4 ലോക ക്യാൻസർ ദിനമാണ്. ഫെബ്രുവരി 2 ലോക തണ്ണീർത്തട ദിനമാണ്. ഫെബ്രുവരി 1 ഇന്ത്യൻ കോസ്റ്റ് ഗാർഡ് ദിനമാണ്. ഓക്കെ, അപ്പൊ നമ്മുടെ ചോദ്യം എന്തായിരുന്നു? ദേശീയ ശാസ്ത്ര ദിനം എന്നായിരുന്നു ഫെബ്രുവരി 28. ക്ലിയർ ആണല്ലോ? നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. നമ്മുടെ രണ്ടാമത്തെ ചോദ്യം, ലോക്പാലിന്റെ പുതിയ ചെയർപേഴ്സണായി നിയമിതനാകുന്നത് ആരാണ്? ലോക്പാലിന്റെ പുതിയ ചെയർപേഴ്സൺ ആരാണെന്നാണ് ചോദ്യം. ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്, ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ ആണ്, ഓർത്തിരിക്കാം. അതായത് ലോക്പാലിന്റെ പുതിയ ചെയർപേഴ്സൺ ആണ് ആര്? AM ഖാൻവിൽക്കർ ആണ്. എന്താണ്? AM ഖാൻവിൽക്കർ. ക്ലിയർ ആണല്ലോ? നമ്മുടെ മൂന്നാമത്തെ ചോദ്യം, ഇന്ത്യയിലെ ഏറ്റവും വലിയ സോളാർ ബാറ്ററി സ്റ്റോറേജ് സിസ്റ്റം നിലവിൽ വന്നത് എവിടെയാണ്? ഇന്ത്യയിലെ ഏറ്റവും വലിയ സോളാർ ബാറ്ററി സ്റ്റോറേജ് സിസ്റ്റം നിലവിൽ വന്നത് ഛത്തീസ്ഗഡിലാണ്. അവിടെ ഇത് കൊണ്ടുവന്നത് ആരാണ്? സോളാർ എനർജി കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ ലിമിറ്റഡ് ആണ് ഏറ്റവും വലിയ സോളാർ ബാറ്ററി സ്റ്റോറേജ് സിസ്റ്റം ഛത്തീസ്ഗഡിൽ കൊണ്ടുവന്നത്. ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ ആണ്, ഓർത്തിരിക്കുക. നമ്മുടെ നാലാമത്തെ ചോദ്യം, സ്വന്തം നാട്ടിൽ ഏറ്റവും കൂടുതൽ ടെസ്റ്റ് പരമ്പരകൾ തുടർച്ചയായി വിജയിക്കുന്ന ടീം എന്ന റെക്കോർഡ് സ്വന്തമാക്കിയത് ഏത് ക്രിക്കറ്റ് ടീമാണ്? ഇന്ത്യൻ ടീമാണ്. ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ ആണ്, ഓർത്തിരിക്കുക. നമ്മുടെ അഞ്ചാമത്തെ ചോദ്യം, 2024 ഫെബ്രുവരിയിൽ ഇന്ത്യയും ജപ്പാനും സംയുക്തമായി ആരംഭിച്ച സൈനിക അഭ്യാസം ഏതാണ്? ചോദ്യം എന്താണ്? 2024 ഫെബ്രുവരിയിൽ ഇന്ത്യയും ജപ്പാനും, ഏതൊക്കെ രാജ്യങ്ങളാണ്? ഇന്ത്യയും ജപ്പാനും സംയുക്തമായി ആരംഭിച്ച സൈനിക അഭ്യാസം എന്താണ്? അല്ലെ, അഭ്യാസത്തിന്റെ പേരെന്താണ്? എന്താണ്? ധർമ്മ ഗാർഡിയൻ. എന്താണ്? ധർമ്മ ഗാർഡിയൻ. ഓർത്തിരിക്കുക, ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ നമ്മുടെ വീഡിയോയുടെ അവസാനിക്കാണ്. വീഡിയോയുടെ നോട്ട്സ് നിങ്ങൾക്ക് നമ്മുടെ റൂട്ടഡ് ആപ്പിൽ അവൈലബിൾ ആയിരിക്കും. എല്ലാവരും റൂട്ടഡ് ആപ്പ് ഡൗൺലോഡ് ചെയ്യുക. LDCയുടെ ക്ലാസ്സുകൾ ഫ്രീ ആയിട്ടാണ് റൂട്ടഡ് ആപ്പിൽ പ്രൊവൈഡ് ചെയ്യുന്നത്. സോ ഡൗൺലോഡ് ചെയ്യാനുള്ളവർ എത്രയും പെട്ടെന്ന് എന്ത് ചെയ്യുക? റൂട്ടഡ് ആപ്പ് ഡൗൺലോഡ് ചെയ്യുക. പിന്നെ കൂടുതൽ വീഡിയോസിലും കാര്യങ്ങൾക്കൊക്കെ ആയിട്ട് നമ്മുടെ യൂട്യൂബ് ചാനലിലൂടെ സബ്സ്ക്രൈബ് ചെയ്തിട്ടേക്കുക. താങ്ക് യു.